സുഭാഷേ കൊറേ നാളായില്ല കണ്ടിട്ട് കൈ കോട്. നിന്റെ അച്ഛനെ ഇവിടെ കുറെ പണിയൊക്കെ തന്നിട്ടാ പോയ. ആഹാ അത് ശരി. ആ പിന്നെ ഞാൻ പണ്ടാ മറന്നുപോയി. നമ്മളെ കണ്ടിട്ടില്ലേ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഇത്തിരി ഇതൊക്കെ എടുത്ത് പറയണ. നല്ല മഴ സമയത്ത് പുള്ളി ഇപ്പൊ കണ്ടേ അവിടെ പനി അടിച്ച് വീട്ടിൽ ഇരിക്കണോണ്ട് ഇപ്പൊ എന്റെ അടുത്ത് അവിടെ നോക്കാൻ പറഞ്ഞേക്കാ. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാലേ എന്റെ അച്ഛൻ നിന്റെ അടുത്ത് പറഞ്ഞ് ബാക്കി ഇനി കുറച്ച് പണികളുണ്ട്, ആ പണി നിന്റെ അടുത്ത് അങ്ങ് ഏൽപ്പിക്കാനെന്ന്. നീ മാത്രം ഇവിടെ നല്ല നേരായിട്ടോ ആളുള്ളേ, ബാക്കിയുള്ളവരും കിഴങ്ങന്മാരല്ല. രാമോൻ എന്താ ചെയ്യുന്നു ഇപ്പൊ? എന്തിനാണ് പഠിക്കാൻ പോണ കോഴ്സ്? അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടി തട്ടി മൂട്ടി പോണ്. ബിടെക് പോലത്തുള്ള സംഭവങ്ങളൊക്കെ എടുക്കേട്ടാ പറ്റിയില്ല. പിന്നെ ഈ വേണ ശനിയാഴ്ച ഇല്ല കേട്ടോ. എന്ത്? അതാ എന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടാ കാണിക്കണം. അച്ഛൻ ദുബായിലല്ലേ, അങ്ങോട്ടൊക്കെ പോണുണ്ടോ? പുള്ളിക്ക് അവിടുത്തെ AC പിടിക്കണില്ല, ഒരു ദിവസം കൊണ്ടുപോയതാ. AC കാണും ഈ പൈസയില്. അല്ല നിന്റെ അച്ഛൻ വേറെന്തോ ഒരു കാര്യം ഇവിടെ പണിയായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തിനാണ്? അയ്യോ അത് ഞാൻ മറന്നു പോയില്ല, നിന്നെ കാട്ടെ എന്നെയാണല്ലോ. അത് വേറൊന്നുമല്ല, ഇവിടത്തെ അല്ലടാ ഇവിടുത്തെ കല്ലെന്ത് എന്റെ അച്ഛൻ പറഞ്ഞാന്ന് എടുക്കില്ലെന്ന്. അല്ല കല്ലിപ്പൊ കാണാതെ നിന്റെ അച്ഛൻ അറിഞ്ഞായിരുന്നു, നിന്റെ അടുത്ത് പറഞ്ഞില്ലെന്ന്. അത് ശരി. എന്നാ ശരിയടാ, ഞാനൊന്ന് പോയിട്ട് വരാം. രാജു എനിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റും? എന്താടാ പറ നീ. സീരിയസ് ആയിട്ടാണ്. ആൻ്റെ നീ പറയരുത്, അതൊരു സത്യം. നീ ഈ ഒളിക്കാനായിട്ട് കല്ല് ഒളിപ്പിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഒളിപ്പിക്കാൻ ആരും അറിയാതെ എനിക്ക് ഇന്ന് തന്നെ അത് ഒളിപ്പിക്കണം, അല്ലെങ്കിൽ എന്റെ അടുത്തുള്ള വീടുകളെല്ലാം നോക്കാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്യാ? എടാ നിനക്കത് കണ്ടിട്ട് അവിടെ ഇത് കൊടുത്തൂടെ? നീ ഇപ്പൊ സ്ഥലം പറ. ആ കല്ലിന്റെ അവിടെ വെച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ആ ചെടിച്ചട്ടിന്റെ അങ്ങ് അവിടെ വെക്കാം. എന്ത് പറയണം?